പെൻ പരിചയപ്പെട്ടു. ഇറേസർ സെലക്ട് ചെയ്യാനുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇനി ഇത് സ്റ്റിക്കി നോട്ട് നമ്മൾ പരിചയപ്പെട്ടു. അടുത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാം. ഇത് ക്ലിക്ക് ചെയ്യാൻ ഇങ്ങനെ വരും. ഇനി കളറാണെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടത് ആ കളറ് എഴുത്ത് നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് തന്നെ എടുക്കാം. വീട് നല്ല വീട്. ഇനി നമ്മൾ സ്ലൈഡ് ആക്കുന്ന പോലെ അടുത്ത ബോർഡ് എടുക്കാം. ഒരു സ്ക്രീൻ മുഴുവൻ ഇങ്ങനെ കാണിക്കും. റ എന്ന അക്ഷരം പഠിപ്പിക്കാൻ അല്ലെ അക്കങ്ങൾ പഠിപ്പിക്കാനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ബോർഡാണിത്. അതല്ലാതെയും നമുക്ക് വലിയ ക്ലാസ്സുകളിലും അതിനനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ഒരു സ്റ്റിക്കി നോട്ടും കൂടെ കൊടുക്കാം. ഓക്കെ. നല്ല വീട്. നമ്മളിനി അടുത്തൊരു ഓപ്ഷൻ ആഡ് ഇമേജ്. ഇവിടെ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലൊന്നും ഫോട്ടോ ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് വഴി സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ വീടിൻ്റെ ചിത്രം കിട്ടും. അപ്പോൾ അതിൽ നമുക്കൊരു വലിയ വീട് വേണ്ട, ഒരു ചെറിയ വീട് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അത്രയും വീടുകൾ ഇവിടെ ഉണ്ട്. ഏത് തരത്തിലുള്ള വീട് വേണോ അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ ഒരു ലൈഫ് പദ്ധതിയുടെ വീടെടുക്കാം. ഇനി ഒന്നിലധികം ചിത്രങ്ങളാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇവിടെ നമുക്ക് ചിത്രം ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. വീടിൻ്റെ ചിത്രം വന്നു. എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടാക്കാം. വീട്. അപ്പോൾ ഒരു സ്ലൈഡ് നമ്മൾ തുടങ്ങിയാണ്. രണ്ടാമത്തെ സ്ലൈഡ് വീട് നല്ല വീട്. നമ്മുടെ സ്റ്റിക്കി നോട്ട് വന്നു. താര വന്നു. കൂട് തുറന്നു. കുഞ്ഞിക്കോഴി പുറത്തു വന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യാം. അടുത്ത വരിയിലേക്ക് വരും. നോക്കാം. താര വന്നു. കൂട് തുറന്നു. കുഞ്ഞിക്കോഴി പുറത്തു വന്നു. നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഇമേജ്
ഈ ചിത്രം എടുക്കാം. നോക്കൂ, താര വന്നു, കൂട് തുറന്നു, കുഞ്ഞിക്കോഴി പുറത്തു വന്നു. ഇത് അതിന് ശേഷം വരുന്ന ഭാഗം. താര അരി വിതറി, കുഞ്ഞിക്കോഴി തിന്നു. അങ്ങനെ എന്താണോ വേണ്ടത് നമുക്കവിടെ അരി വിതറി. താര അരി വിതറി, കുഞ്ഞിക്കോഴി തിന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, നല്ല കളർഫുള്ളായി. ഇതിപ്പോൾ 1-ാം ക്ലാസ്സിലൊരു ഉദാഹരണം എടുത്തു എന്നേ ഉള്ളൂ. 1-ാം ക്ലാസ്സിൽ മാത്രമല്ല ഈ ജംബോർഡ് ഉപയോഗിക്കാൻ കഴിയുന്നത്. നമുക്ക് ഏത് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടും ചില ഇക്വേഷൻസ് പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് തരത്തിൽ നിർമ്മിക്കാനൊക്കെ സാധിക്കും. ബയോളജിയിലാണെങ്കിൽ ബയോളജിയിലെ ചിത്രങ്ങൾ, അതിന് വിവിധ ഭാഗങ്ങൾ, അങ്ങനെ. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ ഇത് പെന്ന് പരിചയപ്പെട്ടു. ഇറേസായി സെലക്ട് ചെയ്യാൻ, ഇത് സെലക്ട് ചെയ്യാൻ ഇത് കൊണ്ടുപോയിട്ട് അവിടെ സെലക്ട് ചെയ്താൽ മതി. ഇനി ഇമേജ് ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ഇവിടെ ഒരു ലേസർ. അപ്പോൾ അതിങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. താര, ഇതാണ് താര. കുഞ്ഞിക്കോഴി അല്ലേ? താര അരി വിതറി, കുഞ്ഞിക്കോഴി തിന്നു. പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇവിടെ ഒരു ലേസർ ടോർച്ച് വന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണമായിട്ട് 3 ബോർഡാണ് ഉണ്ടാക്കിയത്. വീട്, നല്ല വീട്, ഇങ്ങനെ. നമ്മൾ ആദ്യത്തെ തവണ ഇങ്ങനെ ഒരു പാഠത്തിനനുസരിച്ചിട്ട് ബോർഡ് ഉണ്ടാക്കി വെച്ചാൽ ഇത് നമുക്ക് ആ പുസ്തകം എപ്പോഴൊക്കെ പഠിപ്പിക്കാനുണ്ടോ അടുത്ത കൊല്ലം ഇതേ ബോർഡ് തന്നെ ഉപയോഗിക്കാം. അന്നേരം വീണ്ടും ഉണ്ടാക്കേണ്ട ഒരു പണി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഏതിലുണ്ടാവും? നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലുണ്ടാവും. അതാണ് പ്രത്യേകത. പിന്നെ ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വീണ്ടും മെയിൽ അക്കൗണ്ടിൽ പോയി നോക്കൂ. ഗൂഗിൾ അക്കൗണ്ട് വഴി, ഗൂഗിൾ ആപ്ലിക്കേഷൻ വഴി ജാംബോർഡ് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യാത്തിടത്തോളം നമ്മുടെ ഈ ജാംബോർഡ് അക്കൗണ്ടിൽ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും അടുത്ത വർഷവും ഇതിവിടെ ഉണ്ടാവും. നമുക്ക് പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാം. നമ്മൾ ഓരോ കൊല്ലവും ചാർട്ട് മായ്ക്കുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഒരു തവണ വെച്ച ചാർട്ട് പിറ്റത്തെ പ്രാവശ്യം പൊടി കിട്ടിയതായിരിക്കും, അത് മങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡിജിറ്റലായിട്ട് വെർച്വൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർട്ടുകൾ തയ്യാറാക്കാൻ വേണ്ടിയാണ് ഈ ജാംബോർഡ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ ഫോമും ഡോക്യുമെൻ്റൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ റെസ്ട്രിക്റ്റഡ് മാറ്റിയിട്ട് പബ്ലിക് ആക്കണം. എനിവൺ വിത്ത് ലിങ്ക്, എന്നാൽ മാത്രമേ അവർക്കത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് വേണം.
എങ്കിൽ മാത്രമേ കുട്ടികൾക്കത് എടുക്കാൻ പറ്റൂ. അവരുടെ മൊബൈൽ എന്ത് ചെയ്യുന്നു, ജിമെയിൽ അക്കൗണ്ടുമായി കൊളാബറേറ്റ് ചെയ്താണെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ. വേറെ അതിന് സോഫ്റ്റ്വെയർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. ഇവിടെ നമുക്ക് ഈ കോപ്പി ലിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെയിൽ വഴിയോ സെൻഡ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പമുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ വലിയ ക്ലാസ്സിലേക്ക് വേണ്ടിയുള്ള കാര്യം, ഇന്ന് ഒരു ചെറിയ ക്ലാസ് പറയാം എന്ന് വെച്ചിട്ടാണ് 1ാം ക്ലാസ്സിലൊരു ഉദാഹരണം എടുത്തത്.